ഞങ്ങൾക്കൊക്കെ ഊരിയെടുക്കുന്നത് ഇങ്ങനെയാണ്, അതല്ലേ? അതൊന്ന് പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ വലിക്കുന്നു. ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് താഴെ വീഴും. ഇതിങ്ങനെ എടുക്കുന്നു. ഈ കയറുന്നതൊക്കെ ഈ ഭാഗത്തായിരിക്കും. ചെറിയ പൊടി ഉണ്ടാവും. അപ്പോൾ കമ്പനി ഒരു ചെറിയൊരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം കയറുമ്പോൾ ഇവിടെ കുറേ കച്ചറ ഉണ്ടാവും. പിന്നെ അത് കഴുകിയിട്ട് അതേപോലെ തന്നെ ഇട്ടാൽ മതി. ഇടുക. ഇത് ഈ ഭാഗം അയക്കുന്നത് ശ്രദ്ധിച്ചു കൊടുക്കുന്നത്. ഈ ഭാഗമല്ലേ, ഈ വേറെ വെച്ച് ജസ്റ്റ് കാത്ത ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് വിട്ടുണ്ട്. നമുക്ക് ഈ ഒന്നുകിൽ നമുക്ക് കൈ കൊണ്ട് അയക്കാവുന്ന കേസുള്ളൂ, അല്ലെങ്കിൽ ഈ നോസ് പ്ലെയറില്ലേ, കമ്പനി നോസ് പ്ലെയറിലെ കാണിക്കുന്ന ആ വീഡിയോയിൽ ഈ കുഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. നമ്മളിപ്പോൾ കൈ കൊണ്ടാണ് തിരിക്കുന്നത്. ഒരു കാരണം വെച്ചാൽ ഇവിടെ കട്ടിംഗ് പ്ലെയർ വെച്ച് പിടിക്കരുത്, പൊട്ടിപ്പോകും. നോസ് പ്ലെയർ ഈ കുഴിയിൽ മാത്രം ഇറക്കിക്കാൻ പറ്റും. കൈ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതെവിടെ ആയിരിക്കും പൊടി ഉണ്ടാവുക. നമ്മൾ അതേപോലെ ക്ലീൻ ചെയ്തിട്ട് ഫുള്ള് ഇത് മൊത്തം അയക്കണമെന്നില്ല, നമ്മൾ മുഴുവൻ അയക്കുക ചെയ്യാം. വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ പിന്നെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ റബ്ബറിൻ്റെ ഉള്ളിൽ ചോപ്പറൊക്കെ ജസ്റ്റ് ഓഫായില്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. കുറച്ച് മുന്നോട്ട് വരും. അതേപോലെ തന്നെ ഈ ഒരു പിന്നെ ഇവിടെ തന്നെ കറക്റ്റ് കയറ്റി വെക്കാം. ഇവിടെ കഴുകി ഈ ഭാഗത്തായിരിക്കും കുറെ പൊടികളൊക്കെ ഉണ്ടാവും. ഈ പൈപ്പ് ചെയ്ത പൊടികളൊക്കെ വരും. ഈ ഫിൽറ്റർ കിടന്നിട്ട് ചിലത് പൊടി വരും. അത് നമ്മൾ ഇനിയിപ്പോൾ മുകളിൽ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിയുമ്പോൾ വരില്ല. ഇതല്ലേ സാറ് പറഞ്ഞോ, വെക്കുന്നുണ്ട് പറഞ്ഞല്ലോ. ഇവിടെ കട്ടിങ് ഉണ്ടല്ലേ, ഇവിടെ കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ് കൃത്യമായിട്ട് അങ്ങനെ ഇറക്കി വെക്കുക. കൃത്യമായിട്ട് അല്ലേ, കറക്റ്റ് അല്ലേ?